മുടി കറുപ്പ് ചായം കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ഒഴിവാക്കണം. മുടിക്ക് കറുപ്പ് ചായം കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യകൂനു ഖൗമുൻ ഫീ ആഖിരി സമാൻ. ആഖിർ സമാനിൽ ഒരു ഖൗമ് വരാനുണ്ട്. യകൂനു ഖൗമുൻ ഫീ ആഖിരി സമാൻ. ആഖിർ സമാനിൽ ഒരു ഖൗമ് വരാനുണ്ട്. യഹ്തദിബൂന ബിസ്സവാദ്. കറുത്ത ചായം കൊണ്ട് അവർ കറുപ്പ് കൊടുക്കും, ചായം കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമൂഹം ആഖിർ സമാനിൽ വരാനുണ്ട്. കഹവാസ്വിൽ ഹമാം. മാടപ്രാവുകളുടെ താട പോലെ കറുത്ത താടയുള്ള മേടപ്രാവുകളുണ്ട്. ആ മേടപ്രാവുകളുടെ താട പോലെ കറുത്ത ചായം കൊടുത്ത് നരച്ച മുടികളെ കറുപ്പിക്കുന്ന ആളുകൾ വരുന്നുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാൻ. ആ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ലാ യുരീഹൂന റായിഹത്തൽ ജന്ന. ലാ യുരീഹൂന റായിഹത്തൽ ജന്ന. ലാ യുരീഹൂന റായിഹത്തൽ ജന്ന. റസൂലുള്ള പറഞ്ഞു, സ്വർഗത്തിൽ കടക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. നമ്മൾ നേരം വെളുത്താ സമയം കളയാൻ, അതിനാ ഇത് റെഡിയാക്കാൻ, ഡൈ ചെയ്യാൻ, ഇതിനാ നമ്മുടെ സമയം ഫുൾ കളയുന്നത് അല്ലേ? ഇതിനു വേണ്ടിയാണ് നമ്മുടെ സമയം കളയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് ചിന്തിച്ചില്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിലാണ് ഇത് വിരോധിച്ചത്. ശക്തമായ ഭാഷയിലാണ് വിരോധിച്ചത്. മൈലാഞ്ചി ഇട്ട് വേണമെങ്കിൽ ചുവപ്പിക്കാം, അതിനനുവാദമുണ്ട്, അത് സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കറുപ്പ് ചെയ്തുകൂടാ, അതിന് കുറച്ച് പരാ. മൈലാഞ്ചി പൊത്തിപ്പിടിച്ച് അത് ചുവപ്പിച്ച് നടക്കണമെങ്കിൽ കുറച്ച് പരാൻ. അങ്ങനെ വിട്ടോ. ആദ്യമായിട്ട് ലോകത്ത് നരച്ച വ്യക്തി ആരാന്നറിയോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ആദ്യമായി ലോകത്ത് നരച്ച. അതിന് മുമ്പൊന്നും നരയില്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ആദ്യമായി നരക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ ആദ്യമായിട്ട് ഇതുവരെ ജനങ്ങൾക്കില്ലാത്ത ഒരു സ്വഭാവം കാണുമ്പം അത്ഭുതപ്പെടുമല്ലോ എന്ന് പേടിച്ചു പോകും. ഒരു ദിവസം കണ്ണാടിയുടെ മുമ്പിലേക്ക് വന്നതാ. തെളിഞ്ഞ കണ്ണാടിയുടെ മുമ്പിൽ വന്നപ്പോ അതാ തൻ്റെ ഒരു മുടി നരച്ചിരിക്കുന്നു. താടിമുടി നരച്ചത് കണ്ടപ്പം ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, പടച്ചോനെ ഇതെന്താ? മാ ഹാദാ യാ റബ്ബി, എന്റെ നാഥ ഇതെന്താ? എനിക്ക് മനസ്സിലായില്ല. കാരണം ആദ്യമായിട്ട് സംഭവിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞമ്മക്കൊന്നും പ്രശ്നമില്ലാത്ത എന്താ, നമ്മളെ വാപ്പ അരച്ചിട്ടുണ്ട്, വല്യാപ്പ അരച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടതുകൊണ്ടാണല്ലോ. നമ്മൾ മാത്രമായിട്ട് നിരക്കുകയാണെങ്കിൽ ആകെ ബേജാറാവൂലേ, ആകെ പായൂലേ, എല്ലായിടത്തും ഓടും. ഇതെന്താ സംഭവം? നമുക്കിത് കണ്ടു പരിചയമുള്ളൊരു ഏർപ്പാടായിട്ടാണ്, ബേജാറില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ആദ്യം തന്നെ കൂട്ടിയതാണ്, അതുകൊണ്ട് ബേജാറില്ല. നേരെ മറിച്ച് ആദ്യമായിട്ട് നിരക്കുന്ന ഇബ്രാഹിം നബിക്ക് ബേജാറുണ്ടാവും. ഇബ്രാഹിം നബി ചോദിച്ചു, എന്താ പടച്ചോനെ ഇത്? എന്താ പടച്ചോനെ ഇത്? ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം ഈ സംഭവം. എന്താ പടച്ചോനെ ഈ കാണുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞത്രേ, ഹാദാ വഖാറുൽ ലക യാ ഇബ്രാഹിം. ഹാദാ വഖാറുൽ ലക യാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയെ, അത് നിങ്ങൾക്ക് വഖാറാണ്. ഇബ്രാഹിം നബിയെ, വഖാറാണ്, വഖാറാണ്. നിങ്ങൾക്ക് ഗാംഭീര്യാണിത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഗാംഭീര്യം കൂടാൻ പോവാണ്. ഇന്നലത്തെ മാതിരി ആവില്ല. ഇതൊക്കെ ഒന്നിങ്ങനെ നിരച്ചാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ എണീക്കും. നിങ്ങൾക്കൊരു ബഹുമാനവും ആദരവും ഒക്കെ കിട്ടാൻ പോവാണ്. കാരണം നിരച്ചോല അങ്ങനെയാണല്ലോ, അറിയാതെ നമ്മളാണ് പൊന്തിപ്പോവും. നിരച്ചോല കാണുമ്പോൾ നിരച്ച് കഴിഞ്ഞാൽ ഒരു ഗാംഭീര്യം ഉണ്ടാവും. അവരെന്തൊക്കെയൊന്ന് പറഞ്ഞാൽ അതിനൊരു നെലും വിലയൊക്കെ ഉണ്ടാവും. ആ നിരയെ അവർ ആദരിക്കും വേണം. ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുറുദയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറയാനുള്ള സമയം എനിക്കില്ല. നമ്മുടെ സമയം കഴിഞ്ഞു, 5 മിനിറ്റ്. നമുക്കൊരു വാക്കും കൂടെ സൂറത്തുൽ വാഖിയയിൽ ചർച്ച ചെയ്യാനുണ്ട്, അതും കൂടെ പറയണം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ആ വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, 2 തലയും നരച്ചവർ ഒരിക്കലും തിന്മകൾ ചെയ്യരുത്. അത് വല്ലാത്ത സംഭവമാണ്. നമ്മൾ പറയാറില്ലേ, എന്താ തന്തേത്, പഞ്ചാര ഇന്ത്യതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കില്ലേ? വേണ്ടാത്തരം ചെയ്യുന്ന തന്താരോട് സ്വാഭാവികമാണ്. അപ്പം നരച്ചു കഴിഞ്ഞാൽ അതിനെ ആദരിക്കണം. അതായത് അയാൾക്ക് ആദരവാണ്. മറ്റുള്ളവർ അദ്ദേഹത്തെ ആദരിക്കും, ഇയാൾ നിരയെയും ആദരിക്കണം. നിരയെ ആദരിക്കൽ എങ്ങനെയാ? നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത് കൊണ്ടാ നിരയെ ആദരിക്കുക. മറ്റുള്ളവർ ഇയാളെ ആദരിക്കേണ്ടത് ഇയാളെ കാണുമ്പോൾ എഴുന്നേറ്റിക്കണം, ഇയാളെ ബഹുമാനിക്കണം, ഇയാളെ വാക്കിന് നിലയും വിലയും കൊടുക്കണം. അതാ ഇയാളെ ആദരിക്കൽ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, വഖാറുൽ ലക യാ ഇബ്രാഹിം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവോട് പറഞ്ഞു, വഖാറാണെങ്കിൽ പിന്നെ ഒക്കെയാണ് നിരച്ചോട്ടയാർ. അങ്ങനെ ഒരു ആനുകൂല്യമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിരച്ചോട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിറ്റേന്നത്തേക്ക് കംപ്ലീറ്റ് നിരച്ചു.
അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സമൂഹത്തിലേക്കാട് ഇറങ്ങി ചെല്ലുമ്പോൾ തലേനാളത്തായിരിയല്ല, ഇന്ന് ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. കാരണം താടിയൊക്കെ നിരച്ച ഒരാളിങ്ങനെ വരുന്നുണ്ടപ്പോൾ എല്ലാവരും എണീറ്റിക്കണ്, ബഹുമാനിക്കണ്, ആദരിക്കണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, പഠിച്ചോനെ എന്താ എനിക്ക് കുറച്ച് നേരത്തെ തന്നെ ചെയ്തുവിടായിരുന്നു? കാരണം സമൂഹത്തിൽ അംഗീകാരം കിട്ടാതെ വിഷമിക്കായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ നര, ഇതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതിനെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നേരം വെളുത്താൽ തന്നെ ഈ ബ്രഷ് എടുത്ത് കരാ 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 എന്ന് പറയല്ല. പിന്നെ എങ്ങനെ ആദരിക്കൽ? നേരം വെളുത്താൽ ഒരു ജുസ് ഖുർആൻ ഓതുക, അതാ നിരയെ ആദരിക്കൽ. മരിക്കാൻ സമയമായി എന്നുള്ള ബോധം ഉണ്ടാകുക, ഇതാണ് നിരയെ ആദരിക്കൽ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് വഫാകിഹത്തിൻ കസീറ, ഒരുപാട് ഒരുപാട് പഴങ്ങളും നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭ്യമാണ്. ലാ മഖ്തൂഅ, ഏതെങ്കിലും ഒരു സീസണിൽ മുറിഞ്ഞു പോകുന്ന പഴങ്ങളല്ല. വലാ മംനൂഅ, എന്തെങ്കിലും കാരണവശാൽ ഉപഭോക്താക്കൾക്ക് തടയപ്പെടുന്ന പഴങ്ങളുമല്ല. വഫാകിഹത്തിൻ കസീറ, ഒരുപാട് പഴം, ധാരാളം പഴങ്ങളുണ്ട്. എത്ര തന്നെ കഴിച്ചാലും തീരാത്ത പഴങ്ങള്. അതൊരു സീസണിൽ കിട്ടാത്തതല്ല. ഈ സീസണിൽ മാമ്പഴം കിട്ടൂലല്ലോ, ആ ടെൻഷൻ വേണ്ട. ചുട്ടുപൊള്ളുന്ന വിലയാണ്, അതിനോട് അടുക്കാൻ വയ്യ, എനിക്ക് കമ്പുള്ളത് വാങ്ങാൻ കഴിയൂലല്ലോ. കിട്ടും, കാരണം വില കൊടുക്കണ്ട സ്വർഗത്തില്. കച്ചവടക്കാരൻ പൂത്തിവെക്കില്ല. അതുപോലെ തന്നെ കച്ചവടക്കാരൻ നമുക്കത് തടയപ്പെടുന്ന ഏതെങ്കിലും ഒരു ശൈലി, തൊട്ടടുത്ത് തന്നെ നല്ല മാർക്കറ്റിന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട്, അപ്പൊ പിടിക്കാന്ന് കരുതിയിട്ട് കാത്തിരിക്കാൻ അതും പറ്റൂല. അല്ല, പൂത്തിവെക്കുക അതും ഉണ്ടാകൂല. ഇതൊന്നും നടക്കില്ല.